ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ അങ്കമാലി സ്പെഷ്യൽ മാങ്ങാക്കറിയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് കറി കൂടിയാണത്. ഞാനൊരു അങ്കമാലിക്കാരിയും കൂടിയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കറി തന്നെയാണ് നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ നോക്കാം. ഞാനിതിനായിട്ടൊരു 3 മീഡിയം സൈസ് ചെറിയ പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പില, പിന്നെ നമുക്ക് തേങ്ങ. അപ്പോൾ ഒരു അത്യാവശ്യം വലിയ തേങ്ങയാണ്, ആ ഒരു ഫുൾ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി 2 മീഡിയം സൈസ് സവാള, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചുമന്നുള്ളിയാണ്. അപ്പോൾ ചുമന്നുള്ളി ഞാനിവിടെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, ഒരു 10-12 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാങ്ങ. അപ്പം ഇപ്പം ഞാനൊരു 3 ചെറിയ മാങ്ങ എടുത്തുകൊണ്ടാണ് ഒരു തേങ്ങ എടുത്തേക്കുന്നത്. അപ്പോൾ മാങ്ങയുടെ എണ്ണം കൂട്ടുകയാണെങ്കിൽ അതനുസരിച്ച് തേങ്ങാപ്പാൽ നമുക്ക് കൂടുതൽ വേണം. അപ്പം പിന്നെ നമുക്ക് മാങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മാങ്ങ ഞാൻ നന്നായിട്ട് ഒന്ന് ചെത്തി വൃത്തിയാക്കി പിന്നെ നമുക്കത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം വലിയ സൈസാക്കിയിട്ട് ഇങ്ങനെ ഒരു ചരിച്ച് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഈ സദ്യയിലൊക്കെ അങ്കമാലി ഭാഗത്ത് സദ്യ കഴിച്ചവർക്കൊക്കെ അറിയാം, നമ്മുടെ മാങ്ങക്കറിക്ക് മാങ്ങ അത്യാവശ്യം വലിയ പീസുകളായിരിക്കും. ഇതുപോലെ ചരിച്ചാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ദേ ഞാൻ നമ്മുടെ മാങ്ങയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയെടുക്കാം. ഒരുപാട് നേരം വെള്ളത്തിലിടണമെന്നില്ല. അപ്പോൾ പുളി നോക്കിയിട്ട്, അപ്പോൾ പുളി കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ അത് അല്ലെങ്കിൽ 2-3 തവണ ഒന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ഒത്തിരി പുളി ഉണ്ടെങ്കിൽ അത് കുറഞ്ഞിട്ടും. ഇപ്പം ഞാനെടുത്ത മാങ്ങ ഒരു അത്യാവശ്യം മീഡിയം പുളിയുള്ളൊരു മാങ്ങ ആയതുകൊണ്ട് ഞാനൊരു തവണ ഒന്ന് കഴുകിയെടുത്തു. ഇനി നമുക്ക് 2 സവോള ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തു. ഒരുപാട് തിന്നാക്കരുത്, എന്നാൽ ഒട്ടും അധികം തിക്കാക്കുകയും ചെയ്യരുത്. ഒരു അത്യാവശ്യം പാകത്തിനുള്ള രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തു. അതുപോലെ ചെറിയുള്ളി ചുമന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. പിന്നെ നമ്മുടെ ഇഞ്ചി ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തു. പച്ചമുളകും ഒന്ന് 2 കീറി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം അപ്പോൾ മാങ്ങക്കറി നമ്മളെപ്പോഴും നല്ല മൺചട്ടിയിൽ വെക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ അല്ലെങ്കിൽ ഉരുളി, ഇത് രണ്ടിലേതെങ്കിലുമാണ് നമ്മൾ മാങ്ങക്കറി സാധാരണ വെക്കാറ്. ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും പിന്നെ മെയിനായിട്ട് നമ്മൾ ചേർക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. 3 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ ചൊറുക്ക, പിന്നെ നമ്മളൊരു 3 സ്പൂൺ വെളിച്ചെണ്ണ. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഉപ്പും കൂടെ ആഡ് ചെയ്തായിരുന്നു, പറയാൻ ഒന്ന് വിട്ടുപോയി. ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 3 സ്പൂൺ നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണ, നമ്മുടെ വെളിച്ചെണ്ണ തന്നെ വേണം. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് ഇനിയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം ഇരിക്കുന്നത്. നമ്മൾ നന്നായിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് ഇതുപോലെ തിരുമ്മി നമ്മൾ ഉടച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ സവാളയും നമ്മുടെ മുളകും ഉള്ളിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞ രീതിയിൽ നമുക്ക് കിട്ടണം. അപ്പോൾ നന്നായിട്ട് കൈ വെച്ച് ഈ സദ്യക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ആളുകൾ, പണ്ടൊക്കെ കുറേ ആളുകളൊക്കെ ചേർന്നിട്ട് ഒന്നിച്ചിട്ടാണ് ഈ ഒരു മിക്സിങ് പരിപാടി ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഇവിടെ കുറച്ച് ഉള്ളതുകൊണ്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്തു. ഇനി നമുക്കിതിലേക്ക് അതൊന്ന് തിരുമ്മി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങ ഒന്ന് പിഴിഞ്ഞ് നമുക്ക് 2ാം പാലും പിന്നെ നമ്മുടെ ആദ്യത്തെ പാലും തലപ്പാലും എടുത്ത് വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച നമ്മുടെ സവാളയിലേക്ക് നമ്മുടെ മാങ്ങയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് തിരുമ്മി കൊടുക്കാം. അപ്പോൾ മാങ്ങയും നന്നായിട്ടൊന്ന് ഈ മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ 2ാം പാൽ, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ 2ാം പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 2ാം പാലും കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഉപ്പ് അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല ഞാൻ ഇട്ടത്, അതുകൊണ്ട് ഞാൻ ഇപ്പം ആഡ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് കറി ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട്, നമ്മുടെ സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ മാങ്ങാക്കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു ചെറിയൊരു തിള വന്നപ്പോഴത്തേക്കും ഞാനൊരു 1/4 സ്പൂൺ ഒരു ലേശം മസാലപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്, ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 1/4 സ്പൂൺ മസാലപ്പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ മാങ്ങ ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. മാങ്ങ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം മാങ്ങ വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ 1ാം പാൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1ാം പാലും കൂടി ആഡ് ചെയ്തിട്ട് ഒരുപാട് ഇങ്ങനെ ഇളക്കി കൊടുക്കരുത്. ഇത് ഇളക്കുമ്പോൾ പതുക്കെ ഒന്ന് മാങ്ങ ഉടയാത്ത രീതിയിൽ പതുക്കെ വേണം നമ്മൾ ഇളക്കാൻ. ഈ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇനി ഒരു പതുക്കെ ഒന്ന് 1ാം പാൽ ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് തിളയ്ക്കേണ്ട, ചെറുതായിട്ടൊരു കുമിള വരുന്ന സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുകും നമ്മുടെ ഉലുവയും ചേർത്തിട്ട് നമുക്കൊന്ന് താളിച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ കടുക്, ഉലുവ,
പിന്നെ നമ്മുടെ ചുമന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും, പിന്നെ നമ്മുടെ ഉണക്കമുളക് ഒരു 3 ഉണക്കമുളക്, പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കടുക് ഇവിടെ ഓപ്ഷണലാണ്. നമ്മൾ സാധാരണ സദ്യകൾക്ക് കടുക് ചേർക്കാറില്ല. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലുണ്ടാക്കിയതുകൊണ്ട് കടുകും കൂടെ കുറച്ച് ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒഴിച്ചതിന് ശേഷം നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഒരുപാട് കുത്തി മറിച്ച് ഇളക്കരുത്. പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് മൂടി വയ്ക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ മാങ്ങക്കറി വെച്ചിട്ട് അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ വെക്കുകയാണെങ്കിൽ നാളെ രാവിലെ അതെടുത്ത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ അതിരുന്ന് കുറുതായി നല്ലൊരു ടേസ്റ്റിൽ നമുക്ക് കിട്ടും. സാധാരണ അപ്പം തന്നെ എടുത്ത് നമ്മൾ യൂസ് ചെയ്യാറില്ല. ഇന്ന് നമ്മൾ വെച്ചിട്ട് നാളെ രാവിലത്തേക്കാണ് നമ്മൾ മാങ്ങക്കറി എടുക്കാറ്. അപ്പോൾ നമ്മുടെ അങ്കമാലി സ്പെഷ്യൽ മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു.